കോഴ്സിലേക്ക് സാറ മോഡലാണോ? ഓ സീനാണല്ലോ. ഓഹോ സാറ മോഡലാണേ. കൊള്ളാം, പോവാ. സമയമില്ല എനിക്ക് മോഡൽ കാണിച്ചോണ്ടിരിക്കല്. ഗൈസ്, ഇവന്റെ അടുത്ത് പാർക്കിങ്ങിലെ ചേട്ടൻ ചോദിച്ച്, നീ 4 മണിയുടെ വാഴയിലേടാ ചോദിച്ചു. വാഴയല്ലേ വാഴയല്ലേ എന്ന് പറഞ്ഞു. അതെ. അപ്പൊ നേരെ അങ്ങോട്ട് പോകുന്നു. മറ്റേ പുള്ളി 4 മണിയുടെ വാഴയല്ലേ? അതെ. ഫീൽ ഗുഡ് മൂവി, ഫാമിലി മൂവി, അത്രേ ഉള്ളു. വേറെ കൂടുതലൊന്നും ഇല്ല. നല്ല വൈബാണ്. വാഴ കണ്ട് ഒരു ഫ്ലോയില് കണ്ട് ഇരുന്നാൽ ചിരിക്കാം, കുറച്ച് കരയാം, ഇതെല്ലാം ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആതിര കൃഷ്ണനോ എന്താ? നമ്മള് ഇതാണ് ഗൈസ് നിങ്ങളുടെ മോർണിംഗ് ലുക്ക്. അതെ, പല്ല് വെച്ചു. ഞാൻ പല്ല് വെച്ചു. ഇവളും പല്ല് വെച്ചില്ലേ? ഇപ്പൊ ജസ്റ്റ് എണ്ണീറ്റേ ഉള്ളൂ. എന്നിട്ട് പല്ല് വെച്ചു. നമ്മളെ ഫുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്ന് ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതെ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നിങ്ങള് ഞെട്ടും അല്ലേ? അതെ. സാധാരണ വെയിലുണ്ടാവുക, പക്ഷെ ഇന്ന് നല്ല ഒരു തണുപ്പ്, നല്ലൊരു കാറ്റും. ഇന്നൊരു വീക്കെൻഡ് ആണ്, അതാണ് നമ്മളിങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത്. അല്ലാതെ യെസ് 10 മണിയായി. ഈ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ. ഇന്ന് ഫുൾ ഡേ നമുക്ക് കാണാം അല്ലേ? ഇന്ന് ഫുൾ ഡേ കുറച്ച് നല്ല പരിപാടീസ് ഉണ്ട്. പക്ഷെ നടന്നില്ല. അപ്പൊ നമ്മൾ എണ്ണീറ്റ് പല്ല് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത് വ്ളോഗ്. യെസ്, നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാ എന്റെ ബ്രേക്ക്ഫാസ്റ്റ്? ഇതെന്തത്? പേരക്കയോ? നമ്മൾ ഇന്നലെ സെപ്റ്റോയില് രാത്രി ഓർഡർ ചെയ്ത പേരക്കയാണ്. ഉടായിപ്പ് പേരക്ക കേട്ടോ. നല്ലതെന്ന് ഓർത്തിട്ട് നമ്മൾ നോർമലി റേറ്റ് ഉണ്ട്. നമ്മള് ഫോട്ടോയിൽ കാണുമ്പോ നല്ല പേരക്ക. ചീത്തയായിട്ടില്ല എന്നാലും ഇത് പേരക്കാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പേരക്ക പ്ലസ് മുട്ട. 5 മുട്ട ഉണ്ട്. മുട്ട ആയിട്ടില്ലേ? പൊളിക്കാം. മുട്ട പൊളിച്ചു തരാം. അപ്പൊ ഞങ്ങൾ മുട്ടയും പേരക്കാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആക്കാനുള്ള സമയമില്ല ഗൈസ്. അതുകൊണ്ട് മാത്രം നമ്മള് പ്രോട്ടീന് വേണ്ടി ഇതൊക്കെയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ മുട്ട പൊളിക്കട്ടെ. എന്ത് ചെയ്യാം? മറ്റേ ബൗൾ എന്ത് ചെയ്യും? ബൗള് നമ്മൾ ആദ്യം ബൗൾ എടുക്കണം. 5 മുട്ട വെള്ളം വെക്കുക. എന്നിട്ട് ഈ സാധനം എടുത്ത് അങ്ങനെ ഇതിനകത്ത് തട്ടാം. എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ബോയിലർ നമ്മൾ ആമസോണിൽ വാങ്ങിയതാ. അപ്പൊ നല്ലൊരു ഓപ്ഷനാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മൾ മുട്ട എടുത്തിട്ട് ബോയിലറിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മുട്ട ആയിക്കോളും. അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇതിന് പുറകെ നിൽക്കണ്ട. മറ്റേതൊക്കെയാണ് ഗ്യാസ് ഓഫ് ആക്കാൻ വേണ്ടി നിൽക്കണം, നോക്കണം. ഇത് കറക്റ്റ് ഒരു ടൈം സെക്കൻഡ് ഇതാവുമ്പോൾ തന്നെ നിന്നോളൂ. എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ് ആവും, പെട്ടെന്നാവും. പ്രൊഡക്റ്റുകൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പൊ ഇടാൻ പറ്റില്ല, ഞാൻ ടാഗ് ചെയ്യാം പ്രൊഡക്റ്റിന്റെ ലിങ്ക്. ഓക്കെ. നല്ല ചൂടാട്ടോ മുട്ടയ്ക്ക്. പിസ്സയോ? നമ്മളിപ്പോ കുറച്ച് മുമ്പ് കഴിച്ച പ്രോട്ടീൻ മാത്രം കഴിക്കുള്ളൂ. ഇതെന്താ പിസ്സ ഇപ്പൊ ആക്കാൻ പഠിച്ചിട്ടുണ്ട് എയർ ഫ്രയറില്. അപ്പൊ ലാസ്റ്റ് ടൈം ആക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആക്കിയപ്പോ നല്ല ഒറിജിനൽ പിസ്സ നല്ല ഒറിജിനൽ പിസ്സ ആയിരുന്നു. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഇവള് പറഞ്ഞു ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ആക്കാന്ന് പറഞ്ഞിട്ട് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ആ പിസ്സ നല്ലൊരു പിസ്സ വന്നിട്ടേ ഇല്ല ഗൈസ്. അതെന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ ആ പിസ്സയുടെ ചീസൊക്കെ ഞാൻ ആക്കിയപ്പോ ഫസ്റ്റ് പിസ്സയിൽ നല്ലോണം വരുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം ആക്കുമ്പോ ഞാൻ കാണിക്കാം ആ പിസ്സ എങ്ങനെ ആക്കേണ്ടത്. പക്ഷെ നല്ല നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി കഴിക്കട്ടെ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല പേരക്കയും മുട്ടയും. പോവാ? ഇല്ല, നമുക്ക് 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പൊ ഒരു പ്ലേറ്റിൽ എടുത്തെന്നുള്ളൂ. നമുക്ക് പ്ലേറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വേറെ പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റും കൂടെ വാഷ് ചെയ്യണം. ആ മടി
പാട്ട് പാടി തണോ? ഏതാ 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 ഏതാ? ഗുവ. ഗുവ വൈറ്റ് യൂഷ്വലി കുറച്ച് പഴുത്തതാണുണ്ടാവുക. മുന്നേ പഴുത്തിട്ടുണ്ട്. എനിക്ക് കറുമുറ ഗുവ ഇഷ്ടം. കടിക്കുന്ന സാധനം. എനിക്ക് ഗുവ ഈ കുരു കഴിക്കുന്ന ഭയങ്കര സീനാ, പല്ലിന്റെ ഇടയ്ക്ക് കൂടുന്നു. ഞാൻ മറ്റേ ഗുവ നല്ല നമ്മൾ വാങ്ങിട്ട് വരുന്നത്. അതെ അതെ, ഫുഡ് കഴിച്ചോ? യാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ ഗൈസ്? ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നറിയോ? ലഞ്ച് ആക്കുന്നത്. അതാണ് ഗൈസ്. അപ്പോൾ വീട്ടിലാവുമ്പോൾ നമുക്ക് ഈ പണിയൊക്കെ ഉള്ളൂ. ഫുഡാക്കലാണ് മെയിൻ പരിപാടി. യെസ്, നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് ഫുൾ ഡേ കഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ഇന്ന് കുറച്ച് വൈകിട്ടൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും ഇന്ന്. അപ്പം അതുകൊണ്ട് വൈകിട്ട് നമുക്ക് യെസ് വൈകിട്ട് പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കേലും നമ്മൾ വീട്ടിൽ നിന്ന്, രാവിലെ ഉച്ചക്കേലും വീട്ടിൽ നിന്ന് കഴിക്കുക. എന്ന് വെച്ചാൽ ഹോംലി ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വയർ കേടാവും ഗായ്സ്. അപ്പോൾ അതാണ് സംഭവം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ചോറ്. ഇനി കറി ആക്കണം. അടുത്ത നെക്സ്റ്റ് പ്രോസസ് ചിക്കൻ കറി അല്ല അതിന്ന് ചിക്കൻ കറി, വേറെ ചോറ്, ചിക്കൻ ഉണ്ട് ഫ്രൈ ആക്കണമെങ്കിൽ, പിന്നെ തോരൻ. സമയം ഉണ്ടെങ്കിൽ ആക്കാം. നമുക്ക് സമയം പോലെ പ്ലാൻ ചെയ്യാം. ഇതെന്താ നെല്ലിക്കാണോ? നെല്ലിക്ക ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടിട്ട് ഇതുവരെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സാധനം നല്ല ടേസ്റ്റ്. ഞാൻ കണ്ടിട്ടില്ല നീ കഴിക്കുന്നൊന്നും. കഴിച്ചായിരുന്നോ? നെല്ലിക്ക ഇവള് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കഴിക്കാറില്ല. കഴിക്കുക എപ്പോഴും കുറവാണ്. എപ്പോഴേലൊക്കെ എടുത്ത് കഴിക്കുള്ളൂ. എന്നാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും എടുത്ത് കഴിക്കുമ്പോ. അല്ലാതെ കഴിക്കുന്നോ? ചുമ്മാ ഒരു കൗതുകം തോന്നി ഞാൻ ഫ്ലാറ്റിന്റെ സൈഡിൽ നിന്ന് പറിച്ചതാ. ഇതൊക്കെ നമ്മളെ ഫ്ലാറ്റിന്റെ അകത്തുള്ളതാ. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങയുണ്ട്, ശരിയാ. മാങ്ങ വലുതായിട്ടില്ലല്ലോ. ഗുവ ഉണ്ട്. ഗുവ എല്ലാം പച്ചയാ. മാങ്ങ ചെറുതാകുമ്പോഴേക്ക് പിള്ളേരെല്ലാം ഓടിക്കാൻ തുടങ്ങി. ഇനി ഈ നെല്ലിക്കാണ് എനിക്ക് കിട്ടിയുള്ളൂ. വൈകിട്ടാകുമ്പോ പിള്ളേർ ഇവിടെ ഭയങ്കര ഫുൾ സീനാണ്. ഇറങ്ങി അവര് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും അർമാദിക്കാം. അതെ, ഫുൾ സീനാണ് ഗൈസ്. അപ്പൊ നമ്മള് ഉച്ചക്കുള്ള ഫുഡ് ആക്കട്ടെ ഗൈസ്. ഒരു ഫാമിലി മാൻ്റെ അടുത്ത് മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോ കാണിച്ച പണി ഞാൻ കാണിച്ചരാം. ഈ മാങ്ങ കട്ട് ചെയ്യുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. മര്യാദക്ക് പഴുക്കാത്ത മാങ്ങ വാങ്ങിയിട്ടുണ്ടാവും. ഇത് നല്ല പഴുത്ത മാങ്ങയല്ലേ നല്ലോണം പഴുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇത് നോക്ക്, എന്റെ കൈ നോക്ക്. അയ്യോ, ഒരു മാങ്ങ ചെത്താൻ അറിയാത്തവനെ കല്യാണം കഴിപ്പിച്ചിട്ട്. അതെ, നീ വാങ്ങിയ മാങ്ങയുടെ ചേട്ടന്റെ ഒരു മാങ്ങ ചെത്തല്. അത് നീ വാങ്ങിയ മാങ്ങയുടെ പ്രശ്നമാണ്, അല്ലാതെ എന്റെ പ്രശ്നമൊന്നുമല്ല. നിന്റെ ഒരു പ്രശ്നമില്ല അല്ലേ? മര്യാദക്കുള്ള മാങ്ങ വാങ്ങണം. ഇതെന്ത് മാങ്ങ? നിന്റെ കഴിച്ചോ? ഇത് നീ തന്നെ കഴിച്ചോ. ഇങ്ങനെയല്ല, എനിക്കൊരു ബോക്സിൽ നല്ല പ്ലേറ്റിലൊക്കെ ഇട്ട് തന്നാലേ ഞാൻ കഴിക്കുള്ളൂ. ഞാൻ തരാം, മാറി. ഇത് നീ കഴിക്കൂലേ? അതൊന്നും ഞാൻ കഴിക്കൂല. ഞെക്കി പിഴിഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെയാ? മാങ്ങ കട്ടിങ് ഫ്ലോപ്പായി. ഒന്നുമില്ല. ഇത് പഴുത്ത മാങ്ങ, നല്ലോണം പഴുത്ത മാങ്ങ. ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അത് തിന്നാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയുള്ളതാണെങ്കിൽ ഞാൻ പീലർ യൂസ് ചെയ്തിട്ട് മര്യാദക്ക് കട്ട് ചെയ്തേനെ. ഇപ്പോഴാണ് ഈ പണി ഒപ്പിച്ചത്. ഇതിന് ഏറ്റവും നിനക്ക് മാങ്ങ കട്ട് ചെയ്യാനുള്ള ക്ഷമയില്ല. അങ്ങോട്ട് നോക്ക്, ക്ഷമയില്ല നിനക്ക്. ശരി, എനിക്കില്ല. ഓക്കെ, നമ്മള് ഉച്ചക്കുള്ള പരിപാടി സെറ്റ് ചെയ്യണം. ലഞ്ചായി നമ്മള് ലഞ്ചായി. ഈ ബാക്കിയുള്ളത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവല്ലേ മിസ്റ്റർ ഹസ്ബൻഡ്? യെസ് ഗൈസ്, നമ്മുടെ ഫുഡ് ലഞ്ച് കാണുന്നില്ല, പ്ലേറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മള് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചിക്കനും റൈസും പിന്നെ ഇവിടെ ഉണ്ടാക്കിയ അച്ചാറ്, മാങ്ങ അച്ചാറ് അല്ലേ? അതെ, പിന്നെ അജിത്തേട്ടൻ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത മാംഗോ. മാംഗോ ആക്ച്വലി നമ്മൾ കഴിക്കാൻ പാടില്ല ഡയറ്റിലോ. അങ്ങനെയൊന്നുമില്ല, നമ്മള് നോക്കി. ഹൈ ഷുഗർ ഹൈ കാലറീസ് ആണെന്ന് തോന്നുന്നു. സോ പക്ഷെ എനിക്ക് മാങ്ങയുടെ ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലുള്ള ഫ്രൂട്ട്സിലുള്ള ഷുഗർ അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ, എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു, ലഞ്ച് കഴിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നീ ലഞ്ച് കഴിച്ചിട്ട് കാണാം. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ മൂവി ടൈം ആണ്. അതെ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അജിത്തേട്ടന്
മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതെ, എന്റെ മൂഡ് ഭയങ്കര ഓഫാണ്. ഞാൻ മാങ്ങ കട്ട് ചെയ്തപ്പോഴേ ഞാൻ ഓഫായി. കട്ട് ചെയ്ത് മാങ്ങ കയ്യിൽ നിന്ന് അരിഞ്ഞു പോയപ്പോ അവന് ഭ്രാന്തായി. ഞാൻ കുറെ നേരം അതിന്റെ പുറകെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. അജോ, എന്താ കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മൂവി ഇടാൻ പോവാ. മൂവിയാണോ? ഇനി നമ്മള് മൂവി നൈറ്റ് അല്ലല്ലോ, മൂവി നൂൺ. അങ്ങനെയൊന്നുമില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ഒരു പടമൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നു. അതേതാ? അത് കണ്ടോണ്ടിരിക്കും. അപ്പൊ അച്ചുമോനെ, അയ്യോ പടം വെക്ക്. ഏതായാലും ഇറങ്ങിയിട്ടുണ്ടോ? ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വെക്ക. ഞാൻ ഇന്നലെ കണ്ടതിന്റെ ബാക്കി ഒരെണ്ണമുണ്ട്, അതൊന്നും കണ്ടു കഴിഞ്ഞിട്ട്. അതിപ്പോ തീരും. അയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇനി കാണുമെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയുമോ, ഈ കുഞ്ഞ് എനിക്ക് തന്നെയാണ് ഉറപ്പ് തരാൻ വേണ്ടി 10 മിനിറ്റ് നേരത്തേക്ക് അയാൾ എൻ്റെ ലൈഫിൽ വന്നു പോയതാണ്. ഹലോ ഹലോ ഹലോ, അതെ എവിടെ പോന്ന്? എന്താ ടിഷ്യൂന്നാ? റെഡിയായി? എവിടെ പോന്ന്? ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഗൈസ്, ഞങ്ങള് എവിടെ നീ? ഗൈസ്, ഞങ്ങള് മൂവിക്ക് പോവാണ്. നമ്മള് വാഴ ഇറങ്ങിയില്ലേ? അപ്പൊ വാഴ 2 ഇറങ്ങിയിട്ടുണ്ട്. ആഹാ, ലിപ്സ്റ്റിക് ആക്കിയോ? വാഴ 2 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്. അടങ്ങിയിരിക്കാതെ, ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്. അടങ്ങിയിരിക്കേ. അപ്പൊ ഇന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ നമ്മള് 4 മണിക്കാണ് ഷോ. നമ്മള് 3:30 ആയി. ഇപ്പൊ തന്നെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ. ഇറങ്ങല്ലേ? റെഡി ആയില്ലേ? വേഗം വാ, സമയമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. എന്താ ഇത് ഇട്ടായിരുന്നോ? My man with zero male ego. ഒന്നിട്ടാ നീ, താഴെ ഇടണ്ട, താഴെ ഇടണ്ട. ഓക്കെ, താങ്ക് യു. ഫുള്ള് ഞാൻ ബെഡൊക്കെ അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോകുമ്പോ എന്താ സംഭവിക്കാൻ അറിയോ? സമയമില്ല അല്ലേ ജു? സമയം കിട്ടുന്നില്ല. എത്ര നേരത്തെ ഇറങ്ങാൻ നോക്കിയാലും സമയം കിട്ടൂല. അതാണ് പ്രശ്നം. ഇവൻ സാധാരണ കബോർഡിന്ന് ഡ്രസ്സ് എടുക്കുക എങ്ങനെയാണെന്നറിയോ? എല്ലാം എടുത്ത് വലിച്ചു പുറത്തിടും. സമയം കിട്ടാത്തോണ്ട് ഇന്ന് മാത്രം അത് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇന്ന് അജിതേട്ടൻ ഒരു നല്ല കുട്ടിയാണ്. Am I looking cute today? Yeah. Really? Yeah. You like it? പോവാ. ഹലോ, എവിടെ പോന്ന്? ഞാൻ തുറക്കൂല. ആഹാ, സാറാ മോഡലാണോ? എവിടെ പോസ് ചെയ്തേ? ബൂട്ടൊക്കെ ഇട്ടില്ല, കാണിച്ചേ. പോസ് ലൈക്ക് സാറാ മോഡലാണോ? ഓ, സീനാണല്ലോ. പോവാ, കഴുകിയിട്ടുണ്ട്. ഓഹോ, സാറാ മോഡലാണേ. കൊള്ളാം, പോവാ. സമയമില്ല, എനിക്ക് മോഡൽ കാണിച്ചോണ്ടിരിക്കല്. എന്താ ഗൈസ്, നമ്മളിപ്പോ നമ്മൾ ഏത് തിയേറ്ററിലാണ് ബുക്ക് ചെയ്തത്? നമ്മള് നോർമലി വനിതയിലാണ് ബുക്ക് ചെയ്യുന്നത്. വനിത കിട്ടാതെ വരുമ്പോഴാണ് വേറെ തിയേറ്ററിൽ പോകുന്നത്. വനിത ഭയങ്കര നമുക്ക് ലക്ഷറി ആയിട്ട് പോയില്ലോ. ലക്ഷറി ആയിട്ട് പോണെന്ന് തോന്നുന്നത് വേറെ എവിടെയും. പക്ഷെ വനിതയാണ് നമുക്ക് എല്ലാം കുറച്ചും കൂടെ കംഫർട്ട് കൂടുതൽ. Why? Because we can buy unlimited popcorn, guys. ഇവൾക്കാണ് പോപ്കോൺ ഇഷ്ടം. Because ബാക്കിയുള്ള സ്ഥലത്ത് പോപ്കോണിന് നല്ല റേറ്റ് ആണ്. അൺലിമിറ്റഡ് പോപ്കോണിന്റെ വേറെ എന്തോ ഇതൊക്കെ ഉണ്ട്. വേറെ ഇവിടുത്തെ ചീസ് പോപ്കോൺ ആണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഇവിടുത്തെ ചീസ് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. അല്ലാതെയും എനിക്ക് വനിതാണ് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ തിയേറ്റർ ഓൾമോസ്റ്റ് അവിടെ നല്ലതാണ്. അതിന്റെ സീറ്റിംഗ് ഒക്കെ നല്ല കുഷ്യനൊക്കെ ഉണ്ടാവും, നല്ല വൈബാണ്. അപ്പൊ അതാണ്. പിന്നെ ഇതാണ് പറഞ്ഞത്. ഇവിടെ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ സ്റ്റാർബക്സിലെ കോഫീന്റെ അവരുടെ ഫോട്ടോ, ഇതിന്റെ ഇനോഗ്രേഷൻ റീലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഫോട്ടോ നല്ല രസമില്ലേ? ആ ഒരു എന്താ പറയാ ആ ഒരു ക്രിയേറ്റിവിറ്റി, അത് ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. സ്റ്റാർബക്സ് ഇതായിട്ട് റിലേഷൻ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലെ ഫോട്ടോയിലെ ആളെ പോലെ എനിക്ക് തോന്നി. അകത്ത് നല്ല ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ റീല് കണ്ടായിരുന്നു ഇതിന്റെ ഓപ്പണിങ്ങിന്റെ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയില്ല. ലാസ്റ്റ് ടൈം നമ്മൾ പേരൻസ് വന്നപ്പോ ഇതില് പാസ് ചെയ്ത് പോകുമ്പോഴാണ് അതിന്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീക്ക് ഫുള്ള് മാങ്ങ കേട്ടോ. ഇവൻ ഇങ്ങനെ മാങ്ങ തേങ്ങ ഒന്നും നോക്കില്ലായിരുന്നു. ഞാൻ ഇതുപോലെ
ഞാൻ ഏത് സ്ഥലത്ത് പോവാണെങ്കിലും അടുത്ത ചക്കയും മാങ്ങി തേങ്ങയൊക്കെ ആയിരിക്കും എന്റെ കണ്ണുണ്ടാവുക. എനിക്കത് കൈ കൊണ്ട് പറിക്കുമ്പോ ഒരു ഫീൽ കിട്ടും. അതായത് മാങ്ങ ഇപ്പൊ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അവിടെ ചുമ്മാ പറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ പറിച്ച് കഴിക്കുമ്പോ ഒരു പ്രത്യേക ഫീൽ കിട്ടും. അത് പറഞ്ഞു ഇവനും ഇപ്പൊ മാങ്ങ നോക്കുന്ന വേറെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും മരോ എല്ലാം നോക്കുന്നുണ്ട്, ചെടിയെല്ലാം നോക്കുന്നുണ്ട്. പണ്ടത്തെ ഇപ്പൊ കുറച്ചുകൂടെ നോക്കി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പ്രകൃതിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാല്ലേ? ഇവന്റെ അടുത്ത് പാർക്കിങ്ങില് ചേട്ടൻ ചോദിച്ച്, നീ 4 മണിയുടെ വാഴയല്ലേടാ? 4 മണിയുടെ വാഴയാണോ? അവിടെ വാഴന്റെ പോസ്റ്റർ ഉണ്ട് കേട്ടോ, വാഴ 2. ഇവനാണ് 4 മണിയുടെ വാഴ, ഞാനാണ് 3 മണിയുടെ വാഴ. ആള് എന്റെ അടുത്ത് ചോദിച്ചു വാഴയല്ലേ വാഴയല്ലേ എന്ന് പറഞ്ഞു. അതെ. അപ്പൊ നേരെ അങ്ങോട്ട് പോകുന്നു, മറ്റേ പുള്ളി 4 മണിയുടെ വാഴയല്ലേ? അതെ. 4 മണിക്ക് മാത്രല്ല ചേട്ടാ, ഞാൻ എപ്പോഴും വാഴ തന്നെയാ. ഞാനല്ല, അത് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. അതെ 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 അതെ. ഓക്കെ, അപ്പൊ 4 മണിക്ക് മുമ്പ് നമ്മള് 3:30-ക്കാണ് 3:31 അവിടുന്ന് വണ്ടി എടുത്തത്. 3:50 ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതും നമ്മള് എടപ്പള്ളിയാണ് എത്തിയത്. അതിന് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നില്ലേ? റാഷ് ഡ്രൈവിംഗ് ഇല്ല, കറക്റ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. പതിയെ വന്നത്. 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് നമ്മൾ നിർത്തിയിരുന്നു. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ കറക്റ്റ് ടൈമിന് തുടങ്ങും. 4 മണി തുടങ്ങി 4 മണിക്ക് തുടങ്ങും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് വരണം. ഓക്കെ ബോസ്. ഓക്കെ ബോസ്, ലെറ്റ്സ് ലിസൺ ടു ദ റിതം ഓഫ് ചെന്നൈ. വാ പോവാ. അത് അങ്ങനെ ഒരു സാധനമുണ്ട്. ഫോണോ? സോറി, ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് മിസ്. ഫോൺ എടുത്തിട്ടുണ്ട്. അത് എവിടെ പോകുന്നു എന്നെ വിട്ടിട്ട്? നിന്നെ വിടണ്ട, നിന്നെ പിടിക്കാൻ ഞാൻ. പോവാ, പോട്ടെ അങ്ങോട്ട്. ആള് നല്ല അധ്വാനിച്ച് പാർക്കിംഗ് സെറ്റ് ചെയ്ത്. ആള് ഭയങ്കര ആക്റ്റീവാ ഇവിടെ വനിതയില് മറ്റേ പാർക്കിങ്ങിന് സെറ്റ് ചെയ്ത് തരുന്ന ആള്. ഓക്കെ, നമുക്ക് ഇപ്പൊ പോപ്കോൺ വാങ്ങണോ? 4 മണിയാ. വാങ്ങിട്ട് കയറുന്നതായിരിക്കും നല്ല. ചായ കുടിക്കാൻ? 4 അല്ലേ? ചായ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ചായ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പോപ്കോണോ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് അകത്തേക്ക് കയറാം. പോപ്കോൺ വാങ്ങി. അതെ, എനിക്കൊന്നും ഇല്ല കേട്ടോ. 4 മണിയുടെ വാഴ. അതെ, നമ്മള് സ്ക്രീൻ 3 ആണ്. നമുക്ക് കയറാം. പോപ്കോണും വെള്ളവും എല്ലാം വാങ്ങി. ടിക്കറ്റാ? നമ്മുടെ മഹാദേവ അമ്പലത്തിന്റെ അടുത്തൂടെയുള്ള ആ റോഡാണ്. അവിടെ ആഞ്ഞിലിമുട്ടിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. എനിക്കറിയാം ആഞ്ഞിലിമുട്ടിയാണ്. അതെ ഗൈസ്, നമ്മൾ മൂവി തുടങ്ങി. അപ്പോൾ ഇനി മൂവി കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഞങ്ങൾ ചിരിച്ചിട്ട് വരാം. അത് നിന്റെ അതെ, നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അല്ലേ? അതെ, ഫസ്റ്റ് ഹാഫില് എന്താ നല്ല ചിരിയായിരുന്നല്ലോ. ഫസ്റ്റ് ഹാഫില് കോമഡി ഉണ്ട്, പക്ഷെ എനിക്ക് ചെറിയ ലാഗ് പോലെ തോന്നി. ചിലയിടത്ത് ലാഗ് അടിച്ചായിരുന്നു. കുറെ പേര് എല്ലാത്തിനും ചിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് ചിരിക്കാൻ പറ്റി. അത് എനിക്ക് എവിടെ ചിരിക്കാൻ പറ്റിയത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലത് നമ്മൾ ചുമ്മാ ചിരിക്കേണ്ടി വരും. മേ ബി ക്രൗഡ് ചിരിക്കുമ്പോ ആ ഒരു ഓളത്തില് അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മളൊരു 2 കോഫി വാങ്ങി, ഒരു പപ്സും വാങ്ങിയിട്ടുണ്ട്. മോട്ട പപ്സ് ഒക്കെ കഴിച്ചിട്ട് കുറെ ആയിട്ടോ. എന്റെ കോളേജ് ലൈഫിൽ ഞാൻ കഴിച്ചോണ്ടിരുന്നതാണ്. കാലറി നോക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. 2 വേണ്ടായിരുന്നു. കഴിച്ചോ? ഇതെങ്ങനെ കഴിക്കും എന്നുള്ളതാണ്. മോട്ട പപ്സ് കഴിച്ചോളാം, പ്രശ്നം ഫുള്ള് പൊടിയാവും വായിൽ. ഗൈസ്, ഞങ്ങളപ്പോ മൂവി കണ്ട് ഇറങ്ങി. ഏതാ മൂവി? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, വാഴ 2 നമ്മൾ കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അതി? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം നല്ലതായിരുന്നു. കൊറേ പേര് പറഞ്ഞു ഒരുപാട് ചിരിക്കാനുണ്ട്, സെക്കൻഡ് ഹാഫ് ഒരുപാട് കരയുന്നു. അത്രക്കില്ലായിരുന്നു. എനിക്ക് ഒരു എന്താ പറയാ,
ഒരു മിനിമൽ ഫീലിങ്സ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ചിരിക്കാൻ വന്നു, ചിലതിലൊക്കെ നല്ല ചിരിക്കാൻ വന്നു, ചിലതിൽ വന്നിട്ടില്ല. ഓക്കെ, എനിവേസ് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫ് ജെന്യുവൻ റിവ്യൂ ആണ് പറയുന്നത്, എനിക്ക് വേണേൽ മാറ്റി പറയാം. എനിക്ക് തോന്നിയ കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് തോന്നണമെന്നില്ല. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കരയാനുള്ള സീൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം, കണ്ടിരിക്കാം. വൈബാണ്, നല്ലതാണ്, നല്ലൊരു ഫീലാണ്. ഫീൽ ഗുഡ് മൂവി, ഫാമിലി മൂവി, അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ഇല്ല. നല്ല വൈബാണ്. കണ്ട് ഒരു ഫ്ലോയില് കണ്ട് ഇരുന്നാൽ ചിരിക്കാം, കുറച്ച് കരയാം, ഇതെല്ലാം ഉണ്ട്. യെസ്, അപ്പൊ നിങ്ങൾ മൂവി കണ്ടിട്ട് പറയൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് ഹിയർ. ഞങ്ങൾക്ക് തോന്നിയത് തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയത്? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മളെ മൂവി കഴിഞ്ഞ് യെസ്, നമ്മൾ മൂവി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവാ. ഇനി നമുക്ക് വൈകിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അല്ലേ? അതെ, ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ട്. സർപ്രൈസ് പാർട്ടി നമുക്കല്ല, വേറെ ആൾക്ക് കൊടുക്കുന്നു. അപ്പൊ അതാണ് സർപ്രൈസ്. നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാനാണ് പ്ലാൻ. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു കേക്ക് വാങ്ങണം. കേക്ക് വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. കേക്ക് വാങ്ങാൻ വന്നു. കൺഫ്യൂസ് പണിട്ടാണ്, കുറെ ഉണ്ട് ഓപ്ഷൻസ്. അത് ഏതായിരിക്കും നല്ലേ? വാഞ്ചോ ആണോ? ആ, വാഞ്ചോ അല്ലേ? വാഞ്ചോ നോക്കണോ? വൈറ്റ് ഫോറസ്റ്റാ? ഏതാ? ട്രഫിൾ. ആ, അത് നല്ല ചോക്ലേറ്റ് ആയിരിക്കും. ചോക്ലേറ്റ് ഇഷ്ടമില്ലല്ലോ. നട്ടി ബബിൾ. ആ, നട്ടി ബബിൾ നല്ല. നട്ട്സ് ആണോ അത്? കഴിക്കുന്ന നട്ട്സ് എല്ലാം കഴിക്കാം. ഒരു ഫിറ്റ്നസ് ഫ്രീക്കിന്റെ കേക്ക് വാങ്ങൽ എന്ന് ആ, നട്ടി ബബിൾ. ആ, റൈറ്റിംഗ് പറയാം. എന്താ എഴുതേണ്ടത്? ഹാപ്പി ബർത്ത്ഡേ ഷാലു ആണോ? ഷാലു എന്നല്ലേ അവൻ വിളിക്കുക? എന്താ ബീഫ് കട്ട്ലറ്റ്? നീ എന്ത് ഡയറ്റിലല്ലേ? ഇതെന്ത് കട്ട്ലറ്റ് ഒക്കെ കഴിക്കുന്നേ? ഇതിന്റെ പഴയ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചാൽ നീ ഇത് കൂട്ടിക്കോട്ടെ. ഇതിന്റെ കാലറീസ് എല്ലാം നല്ല കൂടുതലായിരിക്കും. ഫാറ്റ് ഇപ്പൊ തന്നെ അച്ചീവ് ആയിട്ടുണ്ടാവും. കാര്യമായിട്ട് ഫാറ്റ് അച്ചീവ് ആയിട്ടുണ്ടാവും. എന്താ എനിക്കുണ്ടോ? നീ കഴിച്ചോ? എനിക്കുണ്ടില്ല. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബീഫ് കട്ട്ലറ്റ്. നമ്മൾ കേക്കിൽ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്. ക്യാൻഡിൽ വേണ്ടേ? നമ്മള് കേക്കും വേറെ നമ്മൾ വാങ്ങാൻ വരാത്ത നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനം വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ട്. കേക്ക് നമുക്ക് വട്ടയപ്പം കണ്ടപ്പോ വട്ടയപ്പം വേണം തോന്നുന്നു. അല്ല, അതെനിക്ക് ആക്ച്വലി വട്ടയപ്പം എനിക്കൊന്ന് ക്രിസ്ത്യൻസ് മറ്റേ പെസഹ വ്യാഴത്തിന് എന്തിനും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കിത് ഉണ്ടാക്കണം എന്ന് നല്ല ത്വര ഉണ്ടായിരുന്നേ. പക്ഷെ അത് മറ്റേ എന്താ പറയാ, ആവിയിൽ വേവിക്കാനുള്ള ഐറ്റംസ് ഞങ്ങളിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ആക്കിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വട്ടയപ്പം വാങ്ങിയിട്ടുണ്ട്, ഇവക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാ? ആർക്കാ കേക്ക്? ജയന്തിന്റെ വൈഫ് ശാലിനിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വീട്ടിൽ കേക്ക് മുറിക്കാം. അതിനു മുമ്പ് നമ്മളെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഒന്ന് ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഒരു കൂൾ മൂഡില് നമ്മള് നൈറ്റ് ഡ്രസ്സിൽ അങ്ങോട്ട് പോകാം. ഒരു കട്ട്ലറ്റിന് ആവശ്യമില്ലാണ്ട് വാങ്ങിക്കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവൻ എന്നെ പോവല്ലേ അത്? യെസ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ വന്നത് ആ ഡ്രസ്സൊക്കെ മാറി അടുത്ത പരിപാടി അങ്ങോട്ടേക്ക് പോവല്ലേ? കേക്ക് മുറിക്കാൻ വേണ്ടി നമ്മൾ പോവാം. കേക്ക് എടുക്കണം. കേക്ക് ഫ്രിഡ്ജിലാണ്. കേക്ക് വാങ്ങി ഫ്രിഡ്ജിൽ, അതെ മറന്നുപോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. കേക്ക് എടുത്തിട്ട് പോവല്ലേ? പൂ തരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. പോവാ, കേക്ക് എടുത്തിട്ട് പോവാ. അതെ, എന്നാ പിടിച്ചോ കേക്ക്. എൻ്റെ അല്ലേ ബർത്ത്ഡേ? ആ, നമ്മൾ ജയന്തിൻ്റെ അവിടെ താഴെ എത്തി ലിഫ്റ്റിൽ. പോവല്ലേ? ഏതാ ഫ്ലോറ്? എനിക്കറിയില്ല, ഏതോ ഒരു ഫ്ലോറാണ്. നമുക്ക് തപ്പാം. ആ പ്രാവശ്യം കൺഫ്യൂഷൻ ആവും. ഏതെങ്കിലും നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. അറിയില്ല. ഇവിടെ ലിഫ്റ്റ് എവിടെയായിരുന്നു? ഇപ്പറായിരുന്നു അല്ലേ? 4 ആണ് എനിക്കും തോന്നുന്നത്. ആ, യെസ്. കോളിംഗ് ബെൽ. ഓക്കെ, നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കയറി പോകുന്നത്. എടുക്കില്ലേ ഇവിടുന്ന്? കണ്ടോ?
ജയന്തായിരിക്കും. ജയന്ത. ഓ ആണോ? കേക്ക് എടുത്ത് അകത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചോ. ഇത് നമ്മൾ കൊണ്ടുവന്നവരെ ആക്കണ്ട. ജയന്ത് ഇവിടെ കുക്കിംഗ് പരിപാടിയിലാണ്. അപ്പോൾ ജയന്ത് എന്താ ആക്കുന്നത്? ഓ മണം വരും. തോർത്തെടുത്ത് ഇട്ട് കഴിഞ്ഞാ അറിയാലോ. പിന്നെ അതില്ലാണ്ട് പണിയെടുക്കാൻ പറ്റത്തില്ല. തുടയ്ക്കാൻ. ആ അതെ, നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുണ്ടെങ്കിൽ അവന് പണിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഓ ഇത്രയും വലിയ പാത്രത്തിലാക്കുന്നത്. ആ ജയന്തേട്ടൻ്റെ ചിക്കൻ കറിയാണ്. ആ അത് വലിയ പാത്രം ഉള്ളത് നല്ല. ചപ്പാത്തിയാണോ? ചപ്പാത്തി മതി. ചോറാക്കണ്ടാ? ചോറ് ബാക്കിയുണ്ടോ? ഓ അപ്പോ കണ്ടില്ലേ? പിന്നെ കണ്ടു. ഓ എന്തായാലും കണ്ടു. ആ കുഴപ്പമില്ല, എന്തായാലും കാണുമല്ലോ. ഓക്കെ ഗായ്സ്, നമ്മുടെ കേക്ക് ഇവള് കണ്ടു ഓൾറെഡി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പോകുന്നു. ആ സിസ്റ്റം കുഴപ്പമില്ല, ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ വാങ്ങിയ ബർത്ത്ഡേ കേക്ക് ഇതാണ്. ഇത് ഏതാണെന്നറിയോ? ഇത് ഏതാ ഫ്ലേവർ? നീ പറ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ കാശിനി അയക്കണ്ട. ആ പറ. പറയുന്നു പറ. ഇല്ല നീ പോരട്ടെ. അങ്ങനെ പറയല്ലേ. പറ. ചേന്ത് ഇവന് ഓരോ സാധനം എടുത്ത് കഴിച്ചു നോക്കിട്ട് പറഞ്ഞത് ഹേസൽ നെറ്റ്. എന്തത്? നട്ടി കാരമലാ? നട്ടി. ഓക്കെ ഗൈസ്, ഇത് എനിക്കും അറിയില്ല. നട്ടി വെച്ചിട്ട് ഒരു സാധനം, നട്ടി കാരമലോ എന്തോ നട്ട്സ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതെ, കത്തിച്ചോ. ഷാലു മേക്കപ്പ് എന്തിനാ ലിപ്സ്റ്റിക് ഒന്നും പോയിട്ടില്ല. സെറ്റാ. അപ്പൊ കട്ട് ചെയ്തോ. 29 30 26. ഇപ്പൊ 4 വർഷം മുമ്പ്. കുറച്ച് പറയാന്ന് അതൊന്നും പറ്റൂല. 28. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നിയർ ഷാലു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേട്ടനെ ഡയറ്റിലാവുകൊണ്ട് കേക്ക് കഴിക്കൂല. അതെ കുറച്ചു മുമ്പ് അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. ലുത്തഫി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നട്ട്സ് ഉണ്ട്. ഇത് ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇത് പീനട്സ് കേട്ടോ. ഇത് പീനട്സ് ആണ്. പീനട്സ് ഈ സൈഡിലുള്ളതാണ് നട്ട്സ്. കാഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അടുത്ത ഒരു നല്ല വ്ളോഗായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കാർഡ്സ് ഒക്കെ കളിക്കാൻ പോവാണ്. അത് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. Yeah. See you guys on our next vlog. Bye. Bye.